അപ്പൊ നമ്മൾ പോയാണ് നമ്മൾ അത് പറഞ്ഞാണ് മിക്കവാറും പൊട്ടാൻ സാധ്യതയുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ? അല്ല, അതുകൊണ്ടാണ് കയറിയത്. അല്ല ഈ പറയുന്നത് കുട്ടികളുടെ കയറിയിരുന്നത് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ദോ അവിടെ ഉണ്ട് അല്ലേ മുന്നാ? ദോ എന്ന് പറ, ദോ. ആന കണ്ട? എത്ര ആന? 3 ആന ഉണ്ടായിരുന്നാ? ട്രാവൽ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ ഓൾ കേരള ട്രിപ്പിൻ്റെ 12ാമത്തെ എപ്പിസോഡാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലാണ്. നമ്മൾ ഉച്ചവരെയുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ ചോറ് കഴിച്ചതിന് ശേഷം അടുത്ത ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. കേരളത്തിലെ 14 ജില്ലകളുടെയും വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകൾ ശേഖരിക്കാനുള്ള ഒരു അടിപൊളി യാത്രയാണ് നമ്മുടെ ഓൾ കേരള ട്രിപ്പ് എന്ന് പറയുന്നത്. 14 ജില്ലകൾ നമുക്ക് എത്തിച്ചേരണം. 14 സ്ഥലങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ, കൾച്ചർ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട്. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മറക്കരുത്, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അത് നമുക്ക് ഒരു സപ്പോർട്ടായിരിക്കും. ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഒരു അടിപൊളി സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. ആലപ്പുഴയിലെ തന്നെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായ പാതിരാമണൽ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ തുടങ്ങിയ ഈ യാത്ര ഇപ്പോൾ 12ാമത്തെ എപ്പിസോഡ് വരെ ആയിരിക്കുകയാണ്. ഓരോ എപ്പിസോഡിലും ഒത്തിരി സ്ഥലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. കാണാത്തവർ ഇതിനു മുന്നേ ഉള്ള എപ്പിസോഡുകൾ ഉറപ്പായിട്ടും കാണുക. ഇന്നത്തെ ദിവസം നമ്മളെ സ്പോൺസർ ചെയ്യുന്നത് ഏഞ്ചൽ ഓയിസ് മൂവാറ്റുപുഴ എന്ന് പറയുന്ന ബാൻഡ് ടീമാണ്. വളരെ ഗംഭീരമായിട്ട് പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്ന ബാൻഡ് ടീമിൻ്റെ കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവരെക്കുറിച്ചുള്ള വീഡിയോസ്, ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഏഞ്ചൽ ഓയിസ് മൂവാറ്റുപുഴ. വളരെ മനോഹരമായിട്ട് പള്ളി പ്രോഗ്രാം, അതുപോലെ ക്ഷേത്രത്തിലെ പ്രോഗ്രാം, മുസ്ലിം പ്രോഗ്രാം, എന്ത് തരം പ്രോഗ്രാം വേണമെങ്കിലും നിങ്ങൾക്ക് ഇവരെ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. ഏഞ്ചൽ ഓയിസ് മൂവാറ്റുപുഴയാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ സ്പോൺസർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാതിരാമണലിലെ അടിപൊളി കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ പാതിരാമണലിലേക്ക് പോകാനുള്ള ബോട്ട് ജെട്ടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ വള്ളം കയറിയതിന് ശേഷം അപ്പുറത്ത് പാതിരാമണൽ എന്ന് പറയുന്ന ഐലൻഡിലേക്ക് പോകുന്നത്. നമ്മുടെ ബോട്ട് നിയന്ത്രിക്കുന്ന ചേട്ടൻ ഇതാണ്, ജോഷി. അപ്പോൾ നമ്മളെല്ലാവരും ടിക്കറ്റ് നമ്മൾ തിരിച്ചു വന്നതിന് ശേഷമാണ് കൊടുത്തത് ടിക്കറ്റ്. അങ്ങോട്ട് പോയപ്പോൾ നമ്മളെന്നൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ്. ഈ പാതിരാമണൽ എന്ന് പറയുന്നത് വേമ്പനാട് കായലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ദ്വീപാണ് പാതിരാമണൽ. നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. നമുക്ക് കരയിൽ നിന്ന് ആ ദ്വീപിലേക്ക് വള്ളത്തിലോ ബോട്ടിലോ ഒക്കെയാണ് പോകാൻ പറ്റുക. അപ്പോൾ ഒരു ദ്വീപാണ് പാതിരാമണൽ എന്ന് പറയുന്നത്. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മ പഞ്ചായത്തിലെ 10ാം വാർഡിൻ്റെ ഭാഗമാണ് ഈ പാതിരാമണൽ എന്ന് പറയുന്ന ഈ പ്രകൃതി മനോഹരമായിട്ടുള്ള പക്ഷികൾ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന ഈ ഐലൻഡ്. മുഹമ്മ കുമരകം ജലപാതയിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. 100 കണക്കിന് ദേശാടന പക്ഷികളുടെ വാസസ്ഥലമാണ് ഈ പാതിരാമണൽ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഈ ദ്വീപ്. ഒരുപാട് പക്ഷികൾ ഉള്ളതുകൊണ്ട് പക്ഷി നിരീക്ഷകർക്ക് ഒരു പറുദീസ എന്ന് തന്നെ വേണമെങ്കിൽ ഈ സ്ഥലത്തെ പറയാം. ഈ ദ്വീപിനകത്ത് ഒരുപാട് ഔഷധ സസ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളും ചെടികളും തിങ്ങി നിൽക്കുന്ന ഒരു മനോഹര ഐലൻഡാണ് നമ്മുടെ ഈ പാതിരാമണൽ എന്ന് പറയുന്ന സ്ഥലം. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ നേരിൽ കാണാം. അപ്പം നമ്മൾ പാതിരാമണലിലോട്ടുള്ള യാത്രയിലാണ്. നമ്മളിവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്. നമുക്ക് 2 ഓപ്ഷനാണുള്ളത്. പാതിരാമണൽ ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ, ലൊക്കേഷൻ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇതുപോലെ വള്ളമുണ്ട്. വള്ളത്തിൽ നമുക്ക് ഈ കാണുന്ന സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. ഒരു വള്ളത്തിനാണ് റേറ്റ് വരുന്നത്. ഒരാളാണെങ്കിലും എത്ര പേരാണെങ്കിലും വള്ളത്തിനാണ് റേറ്റ് വരുന്നത്. ഒരു 600 രൂപയാണ് നമുക്ക് അതുവരെ പോകാൻ പറ്റും. അതുവരെ പോയിട്ട് 1 മണിക്കൂർ നമുക്ക് അവിടെ ചുറ്റിക്കറങ്ങി കാണാം. അതിനുശേഷം ഇവരെ വിളിച്ചാൽ മതി, ഇവർ വന്ന് പിക്ക് ചെയ്യും. അല്ലെങ്കിൽ ആ ഐലൻഡ് മുഴുവൻ കറങ്ങി കാണുന്നതിന് 1000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മളിവിടെ നിന്ന് നേരെ അതുവരെ പോകുന്നു, അവിടെ ഇറങ്ങുന്നു. അതിനുശേഷം നമുക്ക് അതിനകത്ത് കാണാനുള്ളത് ചുറ്റി നടന്ന് കാണുന്നു. അതിനുശേഷം 1 മണിക്കൂർ അതിനകത്ത് സ്പെൻഡ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് കാണാനുള്ള കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ ഇവരെ വിളിച്ചിട്ട് തിരിച്ചു വരാനാണ് പ്ലാന്. ഇനി നിങ്ങൾക്ക് അല്ലാതെ പോകണമെങ്കിൽ ഇതുവഴി കറങ്ങി, അല്ലെങ്കിൽ ഇതുവഴി കറങ്ങി അത് റൗണ്ട് ചെയ്ത് കാണിക്കുന്നതിനോട് 1000 രൂപയാണ് ഇപ്പോഴുള്ള റേറ്റ്, നിലവിലെ റേറ്റ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് തിരിച്ചിട്ടുണ്ട്, നേരെ ഐലൻഡിലോട്ട് പോവുകയാണ്. ഓക്കെ, ജോഷി എന്ന് പറഞ്ഞ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഓക്കെ, പോലെ അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഇതുവരെ എത്തി.
ഇനി ഇവിടെ ഇറങ്ങും. പാതിരാമണലിൻ്റെ അങ്ങേ തലക്കിന്ന് ഇങ്ങേ അറ്റം എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മതി. നമ്മൾ ഏകദേശം അവിടെ നിന്ന് വള്ളത്തിൽ കയറി ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വലത് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ പാതിരാമണൽ എന്ന് പറയുന്ന പക്ഷി സങ്കേതം. നമ്മൾ ഏകദേശം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ പാതിരാമണൽ അങ്ങായിരുന്നു. അവിടെ നിന്ന് വള്ളത്തിൽ കൂടെ കയറി ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ എന്തെന്ന് നോക്കാം. ഇവിടെ ചെറിയൊരു ടിക്കറ്റ് ഉണ്ട്, 20 രൂപ എന്തേ ഉള്ള ഒരു ടിക്കറ്റ്. ഇവിടെ ടിക്കറ്റ് ഉണ്ട് അകത്ത്. പറഞ്ഞില്ലേ വരൂ. അകത്ത് ചെറിയൊരു ടിക്കറ്റ് ഉണ്ട്. നമുക്ക് അകത്തോട്ട് പോയിട്ട് എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് നോക്കാം. രൂപയാണ് ഇവിടുത്തെ എൻട്രി ഫീസ്. ഇത് കഴിഞ്ഞ് വരുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് നേരെ ഒരു നടപ്പാതയുണ്ട്. അതേപോലെ നടന്ന് ഈ കാട്ടിനകത്തുള്ള കാഴ്ചകൾ കാണാമെന്നാണ് പറഞ്ഞത്. ബേഡ്സ് ഒരുപാടുണ്ട്. ബേഡ് സാനിച്ചറി എന്നാണ് അവിടെ ബോർഡ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ബേഡ്സ് ഇതിനകത്തുണ്ടാവും. നടന്ന് കാണാനുള്ള സ്പേസ് ഇതുപോലെ നടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള വഴി ഇട്ടിട്ടുണ്ട്. ഒരു ഐലൻഡാണ്, ഒരു ദ്വീപാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് കാഴ്ചകൾ നമുക്ക് അറിഞ്ഞുവിടാം. നമുക്ക് അങ്ങോട്ട് പോയി തന്നെ കാണാം. ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട് ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ. ഒരു കാടിനകത്ത് എത്തിയ പോലുള്ള ഫീലുണ്ട്. അകത്തോട്ട് പോയി നമുക്ക് ഇവിടുത്തെ മനോഹരമായ കാഴ്ചകൾ എന്താണെന്നൊക്കെ കണ്ടിട്ട് വരാം. ഇതുപോലെ മരങ്ങളെല്ലാം വളർന്നു. ഇപ്പോൾ നമുക്ക് ഇതുവഴി ഇങ്ങനെയൊക്കെ പോയി അവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാനുള്ള ചെയറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ചെളി ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. നമുക്ക് നേരെ വന്ന വഴി തന്നെ അങ്ങോട്ട് നടന്ന് അകത്തോട്ട് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ പാതിരാമണൽ ഐലൻഡിലെത്തി. ഈ ഐലൻഡിൻ്റെ പേര് കേൾക്കുമ്പോൾ വിചാരിക്കും ഉണ്ണിമുഖത്തിൻ്റെ പാതിരാമണൽ സിനിമ ഞാൻ വിചാരിച്ചു കേട്ടോ ഇവിടെ ആയിരിക്കും ഷൂട്ട് ചെയ്തേന്. അപ്പോൾ നമ്മൾ ആ ചേട്ടത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഇവിടെ അല്ല, അത് വേറെയാണ്. പക്ഷെ ഒത്തിരി അധികം സിനിമകൾക്ക് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിട്ടുണ്ട് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞല്ലേ. മണിക്കൂറാണ് ആ ചേട്ടൻ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോകും അല്ലേ. അല്ലേ 1 മണിക്കൂർ ടൈം നമുക്ക് ഇവിടെ കറങ്ങാം. അതിന് ഒരാൾക്ക് 20 രൂപ വെച്ച് കൊടുക്കണം. പാതിരാമണൽ ഐലൻഡിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. അതിനകത്തുള്ള വഴി കൂടെയാണ് നമ്മൾ നടന്നു പോകണേ. ബേഡ്സ് അങ്ങോട്ടൊക്കെ വിളിക്കുന്ന കേൾക്കുന്നുണ്ട്. പിന്നൊരു കാടിൻ്റെ ആംബിയൻസ് ആണ് മുഴുവനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് കാക്കകളുണ്ട്. പിന്നെ ചുറ്റും വെള്ളമാണ്. ഈ വഴിയുടെ 2 സൈഡും വെള്ളമാണ്. കുറേ ചെടികൾ, കണ്ടൽക്കാട് പോലെയും അതുപോലെ പിന്നെ ഒരുപാട് ഈ കുറ്റിച്ചെടികൾ, മരങ്ങൾ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട്. ഒരു കാട്ടിൻ്റെ ആംബിയൻസ് തന്നെ. കാട്ടിനകത്തൂടെ നടക്കുന്ന ഒരു ഫീൽ നമുക്കിവിടെ കിട്ടും. അതാണ് മെയിനായിട്ട് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത്. കുറേ സമയം ചിലവഴിക്കും. വേണമെങ്കിൽ കുറച്ച് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്കൊക്കെ വന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇരുന്ന് കുറേ സമയം ഇരുന്നിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലവും ഇത് തന്നെയാണ്. പിന്നെ ഇനി നമ്മൾ പോകാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജോഷി എന്ന് പറഞ്ഞൊരു ചേട്ടനാണ് നമ്മളെ ഇതുവരെ കൊണ്ടുവന്നത്. തിരിച്ച് നമ്പർ തന്നിട്ടുണ്ട്. തിരിച്ച് നമ്മൾ വിളിച്ചാൽ മതി. ആ ചേട്ടൻ ഇവിടെ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പുള്ളി പോയിട്ടില്ല, ഇവിടെ നിൽക്കുന്നു. വേറെ ഓട്ടം വന്നില്ലെങ്കിൽ ഇവിടെ തന്നെ നിൽക്കും. അതിനുശേഷം നമ്മളിവിടെ കൊണ്ട് തിരിച്ച് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി ചെല്ലുന്ന ആ ഒരു ടൈം വരെ ചേട്ടൻ മിക്കവാറും അവിടെ കാണാം. അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം. ഇവിടെ പിന്നെ പകലെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏതാണ്ട് 5 മണിയായി ഇവിടെ എത്തിയപ്പോൾ 6 മണി വരെ ഉള്ളൂ ഈ ഇങ്ങോട്ട് വരുന്ന ആ ബോട്ട് സർവീസ് എന്ന് അവർ പറഞ്ഞത്. അപ്പോൾ അതിനുള്ള ഈ രാവിലെ തൊട്ട് ഈ അകത്തോട്ട് ചെല്ലും തോറും
വിഷം കൂടിയ വെള്ളമാണ് കാണാൻ പറ്റുന്നത്. ഇത് കരിയോയിലാണെന്നാണ് തോന്നുന്നത് അല്ലേ, കറുത്ത്. ഇടുന്നവർക്ക് 5000 രൂപ പിഴയെന്നൊക്കെയാണ് പറയണ കേട്ടോ. അല്ല ഇതിനകത്തൊന്നും കാണൂല, എന്ത് കിടന്നാലും ചത്തു പോകില്ലേ ഇല്ലേ. അല്ല വെറുതെ പറഞ്ഞല്ലേ, വെള്ളം ഭയങ്കരമായിട്ടും കാണിച്ചത്. എന്താണെന്ന് അറിഞ്ഞൂടാ, സാധാരണ നമ്മൾ കാണുന്ന ഒരു വെള്ളമല്ല, നല്ല കറുത്ത് കിടക്കുകയാണ്. ഇനി അത് ഇതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിലനിർത്തുന്നതാണോ എന്നറിഞ്ഞൂടാ. എന്തായാലും നല്ല കറുത്ത് കരിയോയിൽ കണക്ക് കിടക്കുന്നുണ്ട്. ആ വഴി നമ്മൾ നടന്ന് ഫ്രണ്ടിലെത്തുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കെട്ടിടം, SNDPയുടെ ഒരു കെട്ടിടം ഉണ്ട്. ഇതൊക്കെ ഇട്ട് ചെറിയൊരു മന്ദിരം അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒരു കൊടിമരമുണ്ട്. ആ സൈഡിലായിട്ട് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തെ തല നമ്മൾ എത്തിയിട്ടുണ്ട്. അടുത്ത് കായൽ കാണാം. അതിൻ്റെ അപ്പുറത്തെ സൈഡ് നമ്മൾ എത്തിയിട്ടുണ്ട്. അറിയാൻ വയ്യ, മിക്കവാറും പൊട്ടാൻ സാധ്യതയുണ്ട്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണോ? അല്ല, അതുകൊണ്ടാണ് കയറിയത്. അല്ല ഈ പറയുന്നത് കുട്ടികളുടെ കയറിയിരുന്നത് കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക ദോ അവിടെ ഉണ്ട് അല്ലേ മുന്ന. ദോ എന്ന് പറ, ദോ SNDP ടെമ്പിൾ ഉണ്ട്. നീ വ്ളോഗ് ചെയ്യുന്നാ? ഇവിടെ കുറേ വള്ളികൾ ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട്. ഇങ്ങനെ അറ്റം വരുമ്പോൾ പാർക്കിൻ്റെ സൈഡിലായിട്ട് അതൊരു നല്ലൊരു കാടിൻ്റെ ഒരു ഫീൽ തരുന്നൊരു സംഭവമാണ്. അതിനിപ്പുറത്തായിട്ട് കുറച്ച് മരങ്ങൾ അടിങ്ങി ഇപ്പോൾ നല്ല കാണാൻ ഭംഗിയുണ്ട്. ഇവിടെ ബാത്റൂം സൗകര്യം ഉണ്ട്. ഇങ്ങനത്തെ നടന്നു വരുമ്പോൾ ഇവിടെ ആണ് പാർക്ക്. ഇങ്ങനെയൊക്കെയുള്ള സെറ്റപ്പുകളാണ് ചെയ്തിട്ടുള്ള. കുറച്ച് നല്ല റൈഡുകളുണ്ട്. പക്ഷേ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടാണോ അല്ലേ ഇവിടെ ഇങ്ങനെ തന്നെയാണോന്ന് അറിഞ്ഞൂടെ, ഫുള്ളും ചവറായിട്ടൊക്കെ കിടക്കുന്നു. അത് ഇനി ആൾക്കാർ വരാത്തതുകൊണ്ടാണോ. എന്തായാലും പാർക്ക് മുഴുവൻ അതെ പുതിയ സംഭവമാണ്. ഇനി കവർ പോലും ഇളക്കിയിട്ടില്ല. പക്ഷേ എന്തോ സംതിങ് ഇനി ഉദ്ഘാടനം ചെയ്യാത്തതാണോ. എല്ലാം പുതുതാണ്. കവറുകൾ കിടക്കുന്നേ ഉള്ളൂ. പക്ഷെ എന്തോ ഇതൊന്നും വൃത്തിയില്ലാതെ കിടക്കുന്ന ഒരു ഫീൽ തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴും കുറച്ച് മരങ്ങൾ ഇങ്ങനെ അടിങ്ങി നിൽപ്പുണ്ട്. അത് കാണാൻ വല്ലാത്തൊരു രസം തോന്നുന്നു. കറക്റ്റ് കാടിൻ്റെ ഒരു ഫീൽ തന്നെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ മരത്തിൻ്റെ ഒരു തരം ചെടി ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത്, പറ്റി പിടിച്ച് നിൽക്കുന്നത്. എടുക്കണോ? നടന്നോ വരുമോ? മുന്നേ എവിടെ പോണ? മുന്നേ എവിടെ പോണ? എവിടെ പോണ? വെള്ളത്തിൽ പോണ? പാതിര മണൽ. ആ എവിടെ പോയാനാ? വീട്ടിൽ പോയാനാ? നേരത്തെ ഉണ്ടായിരുന്നു ഇവിടെ? മക്കളെ കണ്ടാ? ആനയെ കണ്ടാ? എത്ര ആന? 3 ആന ഉണ്ടായിരുന്നാ? എന്തൊരു കളറ്? 3 കളറിലെ 3 ആനയാ? കറുപ്പ്. രായി ഉണ്ടെന്ന് ചോദിച്ചാ? നമ്മളിത് ഒരു ഇടവഴി കൊണ്ട് തിരിഞ്ഞപ്പോഴാണ് കേട്ടോ. ഇവിടെയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പാർക്കുണ്ട്. നമ്മൾ നേരത്തെ അങ്ങ് എൻഡിലാണ് പോയത്, അവിടെയും പാർക്കുണ്ട്. ഇത് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ അവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങോട്ട് അകത്തോട്ട് തിരിയുമ്പോൾ ഇവിടെയും കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പാർക്കുണ്ട്. അതിനിടയിലുണ്ട്. അവിടെ ഇതുപോലെ തന്നെ കാടിൻ്റെ ഒരു ആംബിയൻസാണ്. പല വഴികൾ തിരിയുന്നുണ്ട്. പിന്നെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൂടുതൽ പോയില്ല. നമ്മൾ മെയിനായിട്ട് പോയിട്ട് തിരികെ വരാണ് ചെയ്തത്. ഇത് സ്റ്റാർട്ടിങ് പോയിൻറ്റിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ പാർക്കാണ്. പിന്നെ ഫുള്ളും ചെളി ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയല്ല എന്ന് പറഞ്ഞത്. ഇനി നമ്മൾ തിരിച്ചു പോകാനുള്ള സെറ്റപ്പ് നോക്കാം. നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് അവിടെ തന്നെ ഉള്ള വേറൊരു വഴി തിരിയുന്നതാണ്. ഇവിടെ ഒരു ഏറുമാടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് കസേരകളൊക്കെ ഉണ്ട്.
അവിടെ വേണമെങ്കിൽ നമുക്ക് പോയി ഇരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ നിലവിലത്തെ കണ്ടീഷനിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ ചെളിയാണ് മുഴുവൻ. പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ താഴും, അല്ലെങ്കിൽ കാലിൽ മുഴുവൻ ചെളിയാവും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ വന്ന് കയറുന്ന അവിടെയും ടോയ്ലറ്റ് സംവിധാനങ്ങൾ എല്ലാം ഉണ്ട്. ഏറുമാടം എവിടെ? ഏറുമാടം, പൊളിഞ്ഞുപൊറി, പുടപ്പുടേ, അപ്പോൾ നമ്മൾ പാതിരാമണൽ ഐലൻഡിലുള്ള പല കാഴ്ചകളും കണ്ടു. അപ്പോൾ രാവിലെ സമയമാണെങ്കിൽ ഒത്തിരിയധികം പക്ഷികൾ, ദേശാടന പക്ഷികളൊക്കെ വരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നിന്ന സ്ഥലത്തേക്ക്, ആ സ്പോട്ടിലേക്ക് നമ്മൾ ബോട്ടിൽ പോവുകയാണ്. നമ്മൾ ഒരാളാണെങ്കിൽ അവർ കൊണ്ടുപോകുന്ന പറയുന്നത്. ഒരു ബോട്ടിന് 600 രൂപയാണ് അവർ ചാർജ് ഈടാക്കുന്നത്. ഇപ്പോൾ 5 പേരായാലും 6 പേരായാലും അവർ കൊണ്ടുപോകും. ഒരാളാണെങ്കിലും കൊണ്ടുപോകും. അവരുടെ ചാർജ് 600. അപ്പോൾ നമ്മൾ തിരിച്ച് കയറിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് എവിടെ പോകാൻ ഉദ്ദേശിക്കുന്നത്? അടുത്ത് ആലപ്പുഴ ബീച്ചിനടുത്ത് അവിടെ അടുത്തുള്ള പാർക്കുകളൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. സമയം നോക്കിയിട്ട്, ഇല്ലെങ്കിൽ നമ്മൾ ബീച്ചിലാണ് മെയിനായിട്ട് പോകുന്നത്. അങ്ങനെ അങ്ങോട്ട് തട്ടി നീക്കിയതാണ്. ഓക്കെ, ബൈ. നമ്മൾ പാതിരാമണൽ പോയതിന് ശേഷം നേരെ നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ടാണ് വന്നത്. ഇവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്, ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ഹൗസിൽ പോയിട്ട് ഇങ്ങോട്ട് വരണം. നമ്മൾ അവിടെ പോയിട്ട് വന്നപ്പോൾ അല്പം സമയം കഴിഞ്ഞു, 6:45 6:45 നമുക്ക് ഇനി ലൈറ്റ് കുറവാണ്. അതുകൊണ്ട് നമ്മൾ അല്ലെങ്കിൽ ബീച്ചിലെ കാഴ്ചയുടെ മിസ്സാവും. അപ്പോൾ ലൈറ്റ് ഹൗസ് ക്ലോസ് ആയി. അപ്പോൾ നമ്മൾ ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ബീച്ചിലെന്ന് പറഞ്ഞാൽ ഇതാണ് അവസ്ഥ. ഇതിൽ പൊടിയായിട്ട് കാണാൻ പറ്റുള്ളൂ. പക്ഷേ നിറയെ ആളെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങറ്റം വരെ നിറയെ ആളാണ്. ഞാൻ ഇവിടെ വന്നിട്ടില്ല. ആലപ്പുഴ ബീച്ചിൽ ഈ സ്പോട്ടിൽ ഇറങ്ങിയിട്ടില്ല. അപ്പുറത്ത് എന്തോ ഒരു ചെറിയൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ നിറയെ ആൾ. ഈ നമ്മൾ പോയതിൽ ഏറ്റവും കൂടുതൽ ആൾ നിൽക്കുന്ന ഒരു സ്പോട്ട് ഇതാണെന്ന് തോന്നുന്നു. നിറയെ ആളുണ്ട്. കച്ചവട സ്ഥാപനങ്ങളുണ്ട്, ഐസ്ക്രീം കാര്യങ്ങൾ, കപ്പലുണ്ട്, അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ ആൾ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ദിവസം നമ്മൾ ഇവിടെ കൊണ്ട് സമാപിപ്പിക്കുകയാണ്. നമ്മളിനി നമ്മൾ ചായ ഫ്ലാസ്കിലിട്ട് വെച്ച് ചായ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ഒരു സൈഡിൽ പോയിരുന്ന് ചായ കുടിക്കുക. ശേഷം ഇവിടെ അടുത്ത് തന്നെയാണ് റൂം, ആലപ്പുഴ PWD റെസ്റ്റ് ഹൗസിൽ. അവിടെ പോയി റെസ്റ്റ് ചെയ്യുക. പിന്നെ നാളത്തെ പ്ലാൻ ചെയ്യുക, പോവുക. അപ്പോൾ ഇവിടെ ഭയങ്കര ആളും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ഫാമിലികൾ വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു ഇതായിട്ട് തോന്നുന്നു. നമ്മൾ ഒരു പ്രശ്നം പിടിച്ച ബീച്ചായിട്ട് തോന്നില്ല. നല്ലൊരു ബീച്ച്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആലപ്പുഴ ബീച്ച് തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. വളരെ സമാധാനപരമായിട്ടും നല്ലൊരു അന്തരീക്ഷം. ഒരു സൈഡിൽ നമുക്ക് കാണാൻ പറ്റും പൊഴി മുറിയുന്നത്. മുതലപ്പൊഴിയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇതൊരു ചെറിയൊരു എവിടെ നിന്നോ കുറച്ച് വെള്ളം കടലിലേക്ക് വന്ന് ചേരണമെന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വിശ്രമിക്കാനും കടൽ കാഴ്ച കാണാനും അതുപോലെ തന്നെ നൈറ്റ് ഫുഡൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആലപ്പുഴ ബീച്ചിലോട്ട് വരുന്നുണ്ട് ഒത്തിരി ആൾക്കാർ. മലയാളികൾ മാത്രമല്ല, ബാക്കി ഭാഷയിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇരിക്കുന്നതും വിശ്രമിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നൈറ്റ് ഫുഡ് ഒരുപാട് ഇവിടെ ഉണ്ട്. നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് സ്നാക്സ് ഒക്കെ ഉണ്ട്. 4 മുളക് ബജിയും ചമ്മന്തിയും. പിന്നെ കൂടെ ഉള്ളവരൊക്കെ ഐസ്ക്രീമിലാണ് പ്രിയ. അപ്പോൾ അവർ ഐസ്ക്രീം കഴിക്കാൻ പോയി. പിന്നെ ഇവിടെ തന്നെ ഇഷ്ടം പോലെ ഇതുപോലുള്ള ചെറിയ കടകൾ ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്ന് വരെയുള്ള യാത്രയിൽ
ഏറ്റവും അടുത്ത് കിട്ടുന്ന റൂമാണ്. കാരണം നമ്മൾ ആലപ്പുഴ ബീച്ചിൽ നിന്ന് 1/2 കിലോമീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഉള്ളത്, PWDയുടെ. നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യം ഇതാണ്, ഓട്ടം കൂടുതലാകുന്നത്. നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്തായിരിക്കും, പക്ഷേ നമ്മുടെ റൂം ഒരു സ്ഥലത്തായിരിക്കും. അപ്പോൾ റേറ്റും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്രമീകരണം ചെയ്യുന്നത്, വേറൊന്നും കൊണ്ടല്ല. നമുക്ക് ഇന്ന് സ്റ്റേ ഇവിടെയാണ്, ആലപ്പുഴ PWDയിലാണ് നമ്മളെ ഇന്നത്തെ സ്റ്റേ. അപ്പോൾ നാളെ ഇതിലധികം ഒത്തിരി അടിപൊളി കാഴ്ചകളായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. മറക്കണ്ട, ട്രാവൽ ഡയറി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള കമൻറ്റുകളും ചെയ്യുക. ഓക്കെ, നമുക്ക് നാളെ കാണാം. ബൈ.